നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മന്ത്രി രാജ്യങ്ങളായ രാജ്യങ്ങളുടെ പുറമുഴുവൻ കണ്ടിട്ട് വരികയാണല്ലോ. ആര് ചോദിക്കാൻ? ജനങ്ങളുടെ കാശ്, ജനങ്ങളുടെ വോട്ട് എല്ലാം കൈവെള്ളയിൽ. ജനിക്കുന്നുണ്ടെങ്കിലേ നിങ്ങളെ പോലൊക്കെ തന്നെ ജനിക്കണം. വായില് വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ചില്ലെങ്കിൽ എന്താ? മറ്റു പല സ്ഥലത്തും സ്വർണ്ണക്കരണ്ടിയും വെച്ചോണ്ടല്ലേ ടൂർ കഴിഞ്ഞ് ഓരോരുത്തരും തിരിച്ചെത്തുന്നത്. സത്യം പറയാലോ എന്റെ സുസ്മിതേ, ടൂർ അല്പം നീണ്ടുപോയതാ എല്ലാം കുഴപ്പത്തിലാക്കിയത്. ഇല്ലെങ്കിൽ പണ്ടേ സുസ്മിത ജയിലിൽ നിന്ന് ഇറങ്ങിയനെ. അതറിയാലോ. എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞാ പിന്നെ ജനപ്രതിനിധികളായ നിങ്ങൾക്ക് തിരിച്ചു വരണമെന്നേ ഇല്ല. എന്തിന്? സ്വന്തം ജയിപ്പിച്ചു വിട്ട മണ്ഡലത്തിലേക്ക് പോലും ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പൊ പിന്നെ മറ്റു കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ. എന്തായാലും ഇന്നു മുതൽ നീ സ്വതന്ത്രയാ. പറക്കാം തോന്നിയതുപോലെ. എന്താ സന്തോഷമായില്ലേ? ഞാനിവിടെ കൊതുകടിയും കൊണ്ട് കിടന്ന ദിവസങ്ങൾ ഓർക്കുമ്പോഴേ എനിക്കതത്ര സന്തോഷമായിട്ടൊന്നും തോന്നില്ല. പിന്നെ AC കാറിലും AC ചുവട്ടിലെ ഉറക്കമൊക്കെ ശീലിച്ച നിങ്ങൾക്കൊക്കെ ജയിലിലെ കഷ്ടപ്പാടുകളെ കുറിച്ചൊക്കെ എങ്ങനെ അറിയാനാ? അവർക്കിതേക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ നിങ്ങളൊക്കെ ഒരിക്കലെങ്കിലും ഈ ജയിലിലൊക്കെ വന്ന് കിടക്കണം. എന്റെ പൊന്ന് സുസ്മിതേ, നിന്റേത് കരുനാക്കൊന്നും അല്ലല്ലോ. വെറുതെ പറഞ്ഞു പേടിപ്പിക്കാതെ എന്റെ കൊച്ചെ. അല്ലെങ്കിൽ തന്നെ 100 കേസുകളാ തലയും പൊക്കി വന്നോണ്ടിരിക്കുന്നത്. ചില മാർഗംകളികളൊക്കെ കളിച്ചാ പലതും അടക്കി നിർത്തി പോകുന്നത് അല്ലേ ലിഡിയപ്പിളെ? സാറേ, പോൾ എന്തെങ്കിലും ആവട്ടെ. എന്നാ പിന്നെ ഞാൻ ആ ചടങ്ങ് നിർവഹിക്കട്ടെ. അത് നന്നേ. എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് സുസ്മിത ഇതങ്ങ് വാങ്ങിച്ചേ. അറിയാലോ, പാർട്ടിയിൽ ഘടകങ്ങൾ തമ്മിലുള്ള കൂട്ടയടിയാ. എവിടുന്ന ഒരു ആരോപണം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. പുറത്തിറങ്ങിയാൽ കുറച്ചു നാളത്തേക്കൊക്കെ ഒതുക്കത്തിലും അടക്കത്തിലൊക്കെ ആയിരിക്കും അല്ലേ? ഈ നല്ല നടപ്പെന്ന് പറഞ്ഞാൽ അതാണല്ലോ. ഒരു നല്ല നടപ്പും ഇല്ല. അതിപ്പോഴും ഇല്ല, പഠിച്ചു നടന്നപ്പോഴും ഇല്ല. ഇവിടെ ഞാൻ ഉറക്കം വരാതെ വമ്പൻ കൊതുകുകളോടാണ് മത്സരിച്ചതെങ്കിൽ പുറത്തിറങ്ങുമ്പോ എന്നെ ഇവിടെ എത്തിച്ചവരുടെ അടുത്ത് എനിക്ക് ഈ മത്സരം എടുക്കണ്ടേ? അത് ഞാൻ എടുക്കും, നന്നായിട്ടെടുക്കും. അപ്പോ അമൃതാഞ്ജനും വിക്സും ഞാൻ വാങ്ങി വീട്ടിൽ സ്റ്റോക്ക് ചെയ്യേണ്ടി വരുമെന്ന് സാരം. തലവേദന കൂടുമെന്ന് അർത്ഥം. ചിലരുടെ തലയൊക്കെ തന്നെയാ എന്റെയും ലക്ഷ്യം. എന്തായാലും സുസ്മിതയ്ക്കൊരു 2ാം വരവ് ഒരുക്കിയതല്ലേ, അതിന്റെ സന്തോഷത്തിനായിട്ട് ഒരു ഉഗ്രം പാർട്ടി തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാം. എന്നിട്ട് വേണം സുസ്മിതയുടെ പടപ്പുറപ്പാടിന്റെ ശംഖുവിളി മുഴക്കാൻ. കളക്ടറാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പണ്ടേ 1ാം ക്ലാസ്സിൽ പറഞ്ഞു വിടുന്നതിനേക്കാൾ പാടാ ഇപ്പോ. അന്ന് പെൻസിലുണ്ടോ കട്ടറുണ്ടോ എന്നൊക്കെ ആയിരുന്നെങ്കിലേ ഇന്ന് മറ്റു വല്ലതുമൊക്കെയാ ചോദിക്കുന്നതെന്ന് മാത്രം. പോകാൻ നേരത്തെ ഒരു ധൃതിയാ. ദേ നോക്കിക്കോ, ഇപ്പൊ വിളി വരും. അമ്മേ, ആ ആ ആ ഞാൻ ആ ടീപ്പോയുടെ പുറത്ത് എഴുതി മടക്കി വെച്ചിരുന്ന ആ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റിയായിരുന്നോ? നീ അത് ഫയലിനകത്ത് വെച്ചോ നോക്കിയേ, അതിനകത്ത് കാണും. ശാരദാമ്മേ, കഴിക്കാൻ വല്ലതും എടുക്കണോ? ആ, ഈ ധൃതിക്ക് ചായ തന്നെ കുടിക്കുമെന്ന് ദൈവത്തിനറിയാം. രാമട്ടോ, അമ്മേ, ഇന്ന് രാവിലെ ആ കുടിവെള്ള പ്രശ്നത്തിന്റെ ചർച്ച വെച്ചിരിക്കാം. MLA മന്ത്രിമാരും ഒക്കെ ഉണ്ട്. കുടിവെള്ളത്തിന്റെ കാര്യമല്ലേ? അപ്പൊ ഇത് ഇത്തിരി കുടിച്ചിട്ട് പോയാ മതി.
ചൂടാറ്റില്ലേ അമ്മേ? രണ്ടും മറി ശരിക്കും മറിച്ചതാ. മതി അമ്മേ. എടി. 3-4 മണിക്കൂർ പണിയുള്ള ദിവസം. കുടിക്ക്. ഈ പെണ്ണിന്റെ കാര്യം ഇനി ഇന്ന് വല്ലതും കഴിക്കുവാവോ? അതാരാ അത്? ഒരു മര്യാദയില്ലാതെ. സുസ്മിത. സുസ്മിതയോ? ഒരല്പം മര്യാദ കേട്ടോളാ. ഈ ചെറുപ്പത്തിലെ തലതിരിഞ്ഞു പോയാ പിന്നീട് മൂക്കുമ്പോഴും അങ്ങനെ തന്നെയാണെന്നാ പറയാറ്. ശാരദാമ്മേ, മറ്റേ ആ ചൊല്ലില്ലേ, ചൊട്ടയിലെ ശീലം ചുടലവരെ എന്ന് പറയുന്നത്, അത് തന്നെയാ ലൈൻ. എന്ത് ചെയ്യാന്നേ, തല തിരിഞ്ഞേ വളരൂ എന്ന വാശിയിലാ ജീവിച്ചത് മുഴുവൻ. അതുകൊണ്ട് ജീവിതത്തെ കാണിച്ചത് മുഴുവൻ കുരുത്തക്കേടാ. ദേ, ഈ നിൽക്കുന്ന എല്ലാവർക്കും എന്നോട് വെറുപ്പാണെന്ന് എനിക്കറിയാം. ശാലിനിക്ക് പോലും എന്നെ കണ്ട ചതുർത്ഥിയ. പിന്നെ എന്റെ ഒരു സ്വഭാവം വെച്ച് ഞാനങ്ങ് ഇടിച്ചു കയറും ചിലരുടെ ജീവിതത്തിനകത്തേക്ക്. എന്നിട്ട് അവരുടെ അണ്ണാക്കിലിരുന്നങ്ങ് ചൊറിയും. അപ്പ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് സുസ്മിതയ്ക്ക് ഹരവാ, ഭയങ്കര ഹരം. ഇതിപ്പോ എപ്പോ ഇറങ്ങി ജയിലിൽ നിന്ന്? അത് പിന്നെ നമ്മുടെ തറവാടല്ലേ, അവിടെ പെറ്റിട്ടില്ലെന്നേ ഉള്ളൂ. വയറ്റാട്ടിയും പേരെടുക്കുന്നവരടക്കം സകലമാന ബന്ധുക്കളും എനിക്കിപ്പോ അവിടെയാ. ഇടയ്ക്കിടയ്ക്ക് അവരെ ഒന്ന് സന്ദർശിച്ചില്ലെങ്കിലേ പരാതിയാണെന്നേ. ഇനിയൊരു സന്ദർശനത്തിന് ഉടനെ സമയമൊരുക്കാന്ന് പറഞ്ഞിട്ട് തന്നെയാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. മാഡം, കുടിവെള്ള പ്രശ്നത്തിന് ചർച്ച. അതിലും വലിയ കുടിവെള്ള പ്രശ്നമായിട്ടാ എന്റെ രാമേട്ട. പേര് ശരിയല്ലേ? ആ, രാമേട്ട, ഞാനിപ്പോ വന്നിരിക്കുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.